നമസ്കാരം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആദ്യഘട്ട പ്രചാരണം, അത് പദയാത്രകൾ, അതുപോലെ പ്രചാരണം, വീട് കയറിയുള്ള പ്രചാരണം, കൺവെൻഷൻ, അങ്ങനെ പലതരത്തിൽ പല മോഡിൽ ആ ഒരു ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുകയാണ്. വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഉത്തർപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര അടക്കം 8 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത്. 100-ലധികം സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം പിടിക്കും. കേരളത്തിലെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം തത്സമയം. നോബിൾ മാരിക്കാരൻ, കേരളത്തിൽ ഇനി 4 ഇടങ്ങളിലാണ് പ്രഖ്യാപിക്കാനുള്ളത്. നേരത്തെ തീരുമാനമായതാണ്, മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം പ്രഖ്യാപിക്കാൻ മാറ്റിവെച്ചതാണെന്ന് പാർട്ടി ഔദ്യോഗികമായി പറയുമ്പോൾ എപ്പോഴേക്ക് ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം? ബി.ജെ.പിയുടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉണ്ടാകും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു തിങ്കളാഴ്ച പൂർത്തിയാക്കിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് പട്ടികയ്ക്ക് ഏറെക്കുറെ രൂപം നൽകി എന്നാണ് അന്ന് വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ഇന്നിപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ കർണാടക, അതോടൊപ്പം ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പട്ടികയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം കേരളത്തെ 4 മണ്ഡലങ്ങൾ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. ഈ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഒരുപക്ഷെ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാകാത്ത ഒരു പട്ടികയ്ക്കാണ് ബി.ജെ.പി നോക്കിക്കാണുന്നത്. അതിനുള്ള നേതൃത്വമാണ് നൽകുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ട പട്ടിക വന്നപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കം പലരും വിമർശനവുമായി രംഗത്തേക്ക് വരികയും അത്തരത്തിൽ പലയിടത്തും, രാജസ്ഥാനിലാണെങ്കിൽ പോലും പലയിടത്തും പൊട്ടിത്തെറികൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ വലിയ രീതിയിലുള്ള മുൻകരുതൽ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ബി.ജെ.പി പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് അപസ്വരങ്ങൾ ഒഴിവാക്കുക എന്നാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് ബി.ഡി.ജെ.എസിന്റെ 2 പേരുകൾ കൂടി ബി.ജെ.പിയുടെ പട്ടികയ്ക്കൊപ്പം ഉണ്ടാകും എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനമായും ബി.ഡി.ജെ.എസ് മത്സരിക്കുന്ന ഇടുക്കി, അതോടൊപ്പം തന്നെ കോട്ടയം മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇടുക്കിയിലെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയും വരേണ്ടതുണ്ട്. ഏതാണെങ്കിലും കോട്ടയവും ഇടുക്കിയും കൂടി ബി.ജെ.പിയുടെ പട്ടികയ്ക്ക് ഒപ്പം പ്രഖ്യാപിക്കും. ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ പട്ടിക വരികയാണെങ്കിൽ, നേരത്തെ ആദ്യഘട്ട പട്ടികയിൽ 195 സ്ഥാനാർത്ഥികളാണ് ഇടം പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ രണ്ടാം ഘട്ട പട്ടികയിലേക്ക് എത്തുമ്പോഴേക്കും അത് 100 മുതൽ 100 മുകളിലേക്ക് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉണ്ടാകും എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. പ്രധാനമായും 370 സീറ്റ് ബി.ജെ.പിക്ക് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വോട്ടർ പട്ടിക, അത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് എന്താണെങ്കിലും ബി.ജെ.പി രൂപം നൽകുന്നത്. എന്താണെങ്കിലും വൈകുന്നേരം വരെ നമുക്ക് ആ പട്ടികയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. വൈകുന്നേരത്തോടെ പട്ടിക ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ 4 സീറ്റുകളിലേതടക്കം 100-ലധികം സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പി 4 സീറ്റിൽ മത്സരിച്ചേക്കും. ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് 13 സീറ്റുകളും നൽകും. ബി.ജെ.പി 31 സീറ്റിലായിരിക്കും മത്സരിക്കുക. ബാരാമതിയിൽ പവാർ കുടുംബങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. 48 ലോക്സഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത്. ബാരാമതി, റായ്ഗഡ്, ഷിരൂർ, പർഭാനി എന്നീ മണ്ഡലങ്ങളിലാകും എൻ.സി.പി സ്ഥാനാർത്ഥികളെത്തുക. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സൂലെ സിറ്റിംഗ് എംപിയായിട്ടുള്ള ബാരാമതിയിൽ അജിത് പവാറിന്റെ ഭാര്യ സുനീന്ദ്ര പവാർ ആയിരിക്കും ഇത്തവണ മത്സരിക്കുക. എൻ.സി.പി മഹാരാഷ്ട്ര അധ്യക്ഷൻ സുനിൽ താത്കറെയാകും റായ്ഗഡിൽ മത്സരിക്കുക. സുനിൽ റായ്ഗഡിലെ സിറ്റിംഗ് എംപി കൂടിയാണ്. അനന്ത് ഗീതയാണ് ശിവസേന ഉത്തർ വിഭാഗം സ്ഥാനാർത്ഥി. മോദി സർക്കാരിൽ മന്ത്രി കൂടിയായിരുന്നു അനന്ത് ഗീതെ. ഷിരൂരിൽ എൻ.സി.പി പ്രദീപ് കാന്തിനെയോ അതുൽ റാവു പാട്ടീലിനെയോ മത്സരിപ്പിച്ചേക്കും. പർഭാനിയിൽ സിറ്റിംഗ് എംപിയും ഉദ്ധവ് താക്കറെ ക്യാമ്പിൽ നിന്നുള്ള നേതാവുമായ സഞ്ജയ് ഹരിഭൌ ജാദവിനെതിരെ എൻ.സി.പി രാജേഷ് വിദേക്കർ സ്ഥാനാർത്ഥിയാകും. പർഹാനി ജില്ലാ പരിഷത്ത് പ്രസിഡന്റാണ് വിദേക്കർ. അതേസമയം ഭാരത് ജോഡോ ന്യായ് യാത്ര മഹാരാഷ്ട്രയിൽ പര്യടനം തുടരുകയാണ്. സംസ്ഥാന പര്യടനത്തിന് ശേഷം ഞായറാഴ്ച മുംബൈയിലെ ശിവാജി പാർക്കിൽ മെഗാ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ എത്തിച്ച് റാലിയിൽ ശക്തി തെളിയിക്കാനാണ് കോൺഗ്രസ് ഒരുക്കങ്ങൾ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. മുതിർന്ന ബി.ജെ.പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരിയോട് ബി.ജെ.പി വിടാനാവശ്യപ്പെട്ട് ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ. അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ഗഡ്കരി മഹാവികാസ് അഘാഡിയിൽ ചേരണം. അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം നൽകുമെന്നാണ് വാഗ്ദാനം.
ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നാഗ്പൂരിലെ നിലവിലെ എം.പി ആയ ഗഡ്കരിയുടെ പേരില്ലാത്തതിനെ തുടർന്ന് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്ധവിന്റെ ക്ഷണം. അപമാനിക്കപ്പെട്ടുവെന്ന് തോന്നിയാൽ ഗഡ്കരി മഹാവികാസ് അഘാഡിയിലേക്ക് വരണമെന്നും തങ്ങൾ മത്സരിപ്പിക്കാമെന്നും ഉദ്ധവ് പറയുന്നു. ഗഡ്കരിയുടെ വിജയം ഉറപ്പാക്കുമെന്നും അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിയാക്കുമെന്നും ഉദ്ധവ് താക്കറെ. അതേസമയം ഗഡ്കരി തങ്ങളുടെ മുതിർന്ന നേതാവാണെന്നും മഹാരാഷ്ട്രയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യ പേര് നിതിൻ ഗഡ്കരിയുടേതായിരിക്കുമെന്നും ബി.ജെ.പി നേതാവായ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു. ഉദ്ധവിന്റെ പ്രതികരണം US പ്രസിഡന്റാക്കാൻ തെരുവിൽ കഴിയുന്നവർ വാഗ്ദാനം നൽകുന്നത് പോലെയാണെന്നും ഫട്നാവിസ് പരിഹസിച്ചു. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. മഹാരാഷ്ട്ര കോൺഗ്രസിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. മുൻമന്ത്രി പത്മക വാൽവി ബി.ജെ.പിയിൽ ചേർന്നു. ഗോത്ര വിഭാഗത്തിലെ പ്രമുഖ നേതാവാണ് വാൽവി. മഹാരാഷ്ട്ര ബി.ജെ.പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ, അശോക് ചവാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ബി.ജെ.പി പ്രവേശം. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, പണ്ടേ ദുർബല, അത് കൂടുതൽ ദുർബലമാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അവിടെ നടക്കുകയാണോ? അശോക് ചവാനാണോ ചുക്കാൻ പിടിക്കുന്നത്? പുതിയ അശോക് ചവാന്റെ അടക്കം നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാക്കളെ കൂടുതലായി ബി.ജെ.പിയിലേക്ക് എത്തിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മുൻ മന്ത്രി കൂടിയായ പത്മകർ വാൽവിയാണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഇന്നായിരുന്നു രാജിവെച്ച് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തത്. മുൻ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട നേതാവ് കൂടിയാണ് പത്മകർ വാൽവി. അദ്ദേഹം ഇന്നിപ്പോൾ ബി.ജെ.പിയിൽ ചേരുമ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര മഹാരാഷ്ട്രയിൽ പര്യടനം നടത്തുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ യാത്ര സംസ്ഥാനത്ത് എത്തുമ്പോഴേക്കും ഏറെക്കുറെ 3-ലധികം നേതാക്കൾ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ വലിയ ഒഴുക്ക് ബി.ജെ.പിയിലേക്ക് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് തീർച്ചയായും വലിയ പ്രതിസന്ധിയാണ് ബി.ജെ.പി ക്യാമ്പിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പിൽ അവിടെ ഉണ്ടാക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ കൂടുതൽ നേതാക്കൾ ഇനിയും പാർട്ടി വിടാനുള്ള സാധ്യതയും അവിടെ പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ അസംതൃപ്തി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സംസ്ഥാനത്ത് ഉണ്ട് എന്നാണ് അറിയുന്നത്. അത് പരിഹരിക്കാൻ നേതൃത്വം തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ കൂട്ടമായി തന്നെ ബി.ജെ.പിയിലേക്ക് രാജിവെച്ചുകൊണ്ട് ബി.ജെ.പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തെ മുംബൈ ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ചാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ച് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ, അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി, അതോടൊപ്പം ബി.ജെ.പി ചേർന്ന അശോക് ചവാൻ എന്നിവർ ചേർന്നായിരുന്നു ഇന്ന് അദ്ദേഹത്തെ ബി.ജെ.പിയിലേക്ക് സ്വീകരിച്ച്. എന്താണെങ്കിലും കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് പോകുന്നത് ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പിയിലേക്ക് പോകുന്ന നേതാക്കളുടെ എണ്ണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം ഉൾപ്പെടെ ആയുധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലടക്കം ഇത് വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ് ഉള്ളത്. ഓക്കെ നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂരിന് പകരം ഇത്തവണ CPIM ഡിണ്ടിഗലിൽ മത്സരിക്കും. മധുരയാണ് രണ്ടാമത്തെ മണ്ഡലം. കമൽഹാസന്റെ കൂടി പിന്തുണയോടെ കോയമ്പത്തൂരിൽ മത്സരിച്ച് ശക്തി തെളിയിക്കാനുള്ള നീക്കത്തിലാണ് DMK. നാഗപട്ടണം, തിരുപ്പൂർ സീറ്റുകളിൽ CPI തന്നെ മത്സരിക്കും. കോയമ്പത്തൂർ ലഭിക്കുമെന്ന് CPIM പ്രതീക്ഷിച്ചിരിക്കുകയാണ് DMKയുടെ അപ്രതീക്ഷിത നീക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മേഖലയിലെ മിക്ക മണ്ഡലങ്ങളിലും DMK പരാജയപ്പെട്ടിരുന്നു. ഒരിടത്ത് വിജയിച്ചത് BJP-യാണ്. മേഖലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നിയോഗിച്ചിരുന്ന മന്ത്രി സെന്തിൽ ബാലാജി അറസ്റ്റിലാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിയോഗിച്ച് പോരിനിറങ്ങാനാണ് DMK തീരുമാനം. നിലവിൽ PR നടരാജനാണ് ഇവിടെ CPIM-ന്റെ സിറ്റിംഗ് MP. 2009-ലും നടരാജൻ കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലെത്തിയിരുന്നു. മണ്ഡലത്തിലെ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ CPIM-ന് ശക്തമായ സ്വാധീനമുണ്ട്. കോയമ്പത്തൂർ സീറ്റിൽ മത്സരിക്കാൻ കമൽഹാസനും താൽപര്യമുണ്ടായിരുന്നു. എന്നാൽ കമൽഹാസന്റെ മക്കൾ നീതി മയ്യത്തിന് രാജ്യസഭാ സീറ്റ് നൽകിയായിരുന്നു DMK കോൺഗ്രസ് ഇടത് സഖ്യം രൂപീകരിച്ചത്. ഇതിനു പിന്നാലെയാണ് കോയമ്പത്തൂർ ഏറ്റെടുക്കാൻ താൽപര്യപ്പെടുന്നതായി DMK CPIM-നെ അറിയിച്ചത്. 2019-ലെ തെരഞ്ഞെടുപ്പിൽ 5 ലക്ഷത്തിലേറെ വോട്ടിന് DMK വിജയിച്ച മണ്ഡലമാണ് CPIM-ന് നൽകിയ ഡിണ്ടിഗൽ. AIADMKയുടെ ശക്തി കേന്ദ്രമായിരുന്നു മുൻപ് ഡിണ്ടിഗൽ. കോയമ്പത്തൂർ സീറ്റിൽ BJP-ക്കും പ്രതീക്ഷകളേറെയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലയോ കോയമ്പത്തൂർ സൗത്തിലെ സിറ്റിംഗ് MLA വാനതി ശ്രീനിവാസനോ സ്ഥാനാർത്ഥിയായേക്കും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ട്. BJP-യിലേക്ക് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ഉടനെത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ ചേരും. ഇടതുമുന്നണിയിൽ നിന്നും ആളുകൾ വരുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. നാളെ 14-ാം തീയതി തിരുവനന്തപുരത്തും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഇരു മുന്നണികളിൽ നിന്നും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഒഴുക്കുണ്ടാകും. പത്മജ വേണുഗോപാലിന്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷം എല്ലാ ജില്ലകളിലും
കോൺഗ്രസിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും ആളുകൾ NDAയിൽ ചേരാൻ തീരുമാനിച്ച് ഞങ്ങളോടൊപ്പം അണിചേരുന്ന സാഹചര്യം ഉണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJPയുടെ വോട്ട് ശതമാനം കൂടുമെന്ന് സുരേഷ് ഗോപി. മണ്ഡലത്തിൽ മതപ്രീണനത്തിനില്ല. ജയിച്ചാൽ തൃശൂരിൽ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരും. പത്മജയെ BJPയിലേക്ക് ആരും ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നതല്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒറ്റയക്ക ശതമാനത്തിൽ നിന്ന് 2 അക്ക ശതമാനത്തിലേക്ക് വന്നു. അത് ഒരു മനുഷ്യനിലെ പ്രതീക്ഷ കൊണ്ടാണ്. കുന്നംകുളം റോഡ്, പൊന്നാനി റോഡ്, ഈ മണ്ണുത്തി റോഡ് 3നെയും കണക്ട് ചെയ്ത് പാലക്കാടുള്ളവർക്ക് പെട്ടെന്ന് കോഴിക്കോട് എത്താനോ ഒക്കെ ഒരു ക്രോസ് വേ, എലവേറ്റഡ് ഹൈവേ. മതപ്രീണനമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ജനങ്ങളിലേക്കാണ് ചെല്ലുന്നത്. അവർക്ക് വിവിധ മതങ്ങളുണ്ടാവും. ഞാൻ ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലിരുന്ന് ആയമ്മ അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല. അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല, അവരെ സ്വീകരിച്ചു. അവരെ എൻ്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരിക്കണം. NDAയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണവുമായി PC ജോർജ്. സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഒരു നേതാവിനോട് 2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ഘടകകക്ഷിയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും PC ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് സംഘടനാ തലത്തിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ BJPയുടെ ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് അങ്ങയോട് പറയുകയും, എന്നാൽ ഇപ്പോൾ കോട്ടയം അടക്കമുള്ളടങ്ങിൽ NDAയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ പോലും താങ്കളുടെ അസാന്നിധ്യം വലിയ തരത്തിൽ ശ്രദ്ധേയം. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ BJPക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ്റെ സാന്നിധ്യത്തിലല്ലേ ഉദ്ഘാടനം. പിന്നെ ഇപ്പോൾ ഞാനതിന് പങ്കെടുക്കേണ്ട കാര്യം എന്താ? BDS-മായിട്ടുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ താങ്കളെ വിളിക്കാതിരുന്നാണോ? എന്നെ വിളിച്ചില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ അസ്വാരസ്യം BJP അല്ലല്ലോ. ഞാൻ BJP പ്രവർത്തകനാണ്. BJP എന്ന നിലയിൽ അത് BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന ഒരു കക്ഷിയാണ് BDJS. അങ്ങനെ ഒത്തിരി കക്ഷികളുണ്ടെന്ന്. BDJS പോലെ എത്രയോ കക്ഷികളുണ്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്. അതിൽ ഒട്ടി നിൽക്കുന്ന കക്ഷിയിൽ എല്ലാ പരിപാടിക്കും പോകണമെന്ന് പറഞ്ഞാൽ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് അത് വലിയ ആനക്കാരിയില്ല. അതായത് BDS മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണ രംഗത്ത് താങ്കൾ ഉണ്ടാകുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എല്ലായിടത്തും പോകാൻ ഞാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യമാണ് ചെല്ലേണ്ടതെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പാർട്ടിയിൽ നിന്ന് നിർദ്ദേശിക്കും. പാർട്ടിയുടെ നിർദ്ദേശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോകുന്നു. അല്ലാതെ ഞാൻ പോകുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ പറയാൻ എനിക്ക് പറ്റുകയില്ല. പാർട്ടിയുടെ ഡയറക്ഷൻ വരും. ആ ഡയറക്ഷനുള്ള സ്ഥലങ്ങളിൽ പോയി ഞാൻ പ്രചരണ രംഗത്ത് ശക്തമായിട്ടുണ്ടാവും. BJP ചില ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം പ്രഖ്യാപനം വൈകുന്ന തരത്തിലേക്ക് പോവുക. പക്ഷെ അവിടെയെല്ലാം ഈ സീറ്റ് വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്ന ചില ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. BJP സീറ്റ് കച്ചവടം ചെയ്യുന്നത് പറയരുത്. BJP ഒരിക്കലും വിൽപ്പനയൊന്നും നടത്തില്ല. പക്ഷേ ഘടകകക്ഷികളെന്ന് പറഞ്ഞ് BJPയിൽ നിന്ന് സീറ്റ് മേടിച്ചിട്ട് അത് കാശിന് വിറ്റ് കച്ചവടം ചെയ്യുന്ന മാന്യന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം എനിക്കൊരു കേസ് അറിയാം. 2 കോടി രൂപ ചോദിച്ചു, സീറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ 2 കോടി രൂപ ആണെന്ന് പറഞ്ഞു. അവൻ ജീവനും കൊണ്ട് കാറൊക്കെ സ്ഥലം വിട്ടു. മനസ്സിലായി? അങ്ങനെ കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതായത് ഘടകകക്ഷിയുടെ സീറ്റ് ഘടകകക്ഷി കച്ചവടം ചെയ്യുന്നു. അതാണ്. എല്ലാ ഘടകകക്ഷിയില്ല, ഒരു ഘടകകക്ഷിയുടെ എനിക്കറിയാം. ഏതാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ക്യാമറാമാൻ രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. പൗരത്വ ഭേദഗതി നിയമം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണ വിഷയമാക്കാനൊരുങ്ങി ഇടതുമുന്നണി. ഹൈന്ദവ മത സമുദായങ്ങൾക്ക് മേൽക്കോയ്മയുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDAയ്ക്ക് ലഭിക്കാനിടയുള്ള വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാനുള്ള തന്ത്രമാണ് LDF പയറ്റുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് 2,90,000-ലധികം വോട്ട് നേടാൻ സഹായകരമായത് ശബരിമല യുവതി പ്രവേശന വിഷയമായിരുന്നു. അടൂർ നിയമസഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ അന്ന് ഒന്നാമതെത്തുകയും ചെയ്തു. 2019 LDFന് ലഭിക്കേണ്ട ഒരു വലിയ വിഭാഗം വോട്ടുകൾ NDAയിലേക്ക് പോയി. ഹൈന്ദവ മതസമുദായങ്ങളുടെ വോട്ടുകൾ ഇക്കുറി കൂടുതലായി NDAയ്ക്ക് ലഭിക്കാൻ പൗരത്വ ഭേദഗതി ബിൽ സഹായകരമാകുമോ എന്ന ആശങ്കയും ഇടതുമുന്നണിക്കുണ്ട്. മണ്ഡലത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ക്യാമ്പയിൻ ശക്തമാക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് മറുപടി നൽകാൻ താല്പര്യമില്ലെന്നും കേരളത്തിൽ 12% മാത്രം പിന്തുണയുള്ള BJPക്ക് തനിച്ച് നിയമം നടപ്പാക്കാൻ കഴിയില്ലെന്നും LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് വ്യക്തമാക്കി. ഇയാൾ നടപ്പാക്കാൻ പോകുന്നത്
കേരളത്തിൽ 12% പിന്തുണയുള്ള പാർട്ടി കേരളത്തിലങ്ങ് തനിച്ച് നടപ്പാക്കാൻ പോകുന്നത്. കേരളം മാത്രമല്ലെന്ന് DMPക്ക് നടപ്പാക്കില്ല, നടപ്പാക്കാൻ ചെല്ലവിടെ തമിഴ്നാട്ടിൽ. പൗരത്വ ഭേദഗതി നിയമം ചൂണ്ടിക്കാട്ടി UDFനെ പ്രതിരോധിക്കാനും LDF ശ്രമിക്കുന്നു. കേരളത്തിൽ CAക്കെതിരായിട്ട് പ്രമേയം പാസാക്കി ഒരുമിച്ച് സമരത്തിൽ നിന്ന് പറഞ്ഞു പോയ UDF ആ നയം തിരുത്തി ഇതിനെതിരായിട്ട് ഒരുമിച്ച് സമരത്തിന് തയ്യാറുണ്ടോ UDF നിലപാട് വ്യക്തമാക്കട്ടെ. അവർ ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകത്തിലും പൗരത്വ രജിസ്റ്ററും CAയും നടപ്പാക്കില്ലേ എന്ന് വ്യക്തമാക്കണം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആകെ വോട്ടർമാരിൽ 10% താഴെയാണ് മുസ്ലിം മതവിഭാഗത്തിലെ വോട്ടർമാർ. 45% ക്രൈസ്തവ വിഭാഗക്കാരായ വോട്ടർമാരാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് അസഭ്യം സൂചിപ്പിച്ചുള്ള മറുപടിയുമായി സുരേഷ് ഗോപി. അനാവശ്യ വിവാദങ്ങളെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തോടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷിനെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കൊണ്ട് വലിച്ചഴക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട അതെനിക്ക് ഇതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിനാണോ തൃശൂരിലെ സിറ്റിംഗ് MP TN പ്രതാപന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതെന്ന ചോദ്യവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിന് കിട്ടാനുള്ള തുക എത്രയാണോ അത് കൊടുക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടതിനാലാണ് സീറ്റ് നിഷേധിച്ചതെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന് പണം അർഹതപ്പെട്ടത് നൽകാത്തതിനെതിരെ കോൺഗ്രസിന്റെ ഏതെങ്കിലും MP മാർ വേണ്ടിയോ? ഒരു MP വേണ്ടി. അത് തൃശ്ശൂരിലെ MP-യാണ് പ്രതാപന്. അദ്ദേഹത്തിന് ഇപ്പൊ സീറ്റുമില്ല. കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദിച്ചതിന് തൃശ്ശൂരിലെ പ്രതാപന് സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിച്ചു, എന്നാൽ പ്രതാപന് സീറ്റില്ല. കാരണം പാർലമെന്റിൽ കേരളത്തിന് കിട്ടേണ്ട പണത്തെക്കുറിച്ച് നമ്മളിവിടെ ക്യാമ്പയിനൊക്കെ ശക്തമാക്കിയതിന്റെ ഭാഗമായി ആ പാവം PM പ്രതാപൻ പാർലമെന്റിൽ പറഞ്ഞു, കേരളത്തിന് കിട്ടാനുള്ള തുക എത്ര, അത് കൊടുക്കണം എന്ന് പാർലമെന്റിൽ പറഞ്ഞു. ഇതുവരെയും ആര് ഇത് ചർച്ച ചെയ്തിട്ടില്ല. TM പ്രതാപൻ ഇപ്പോ സീറ്റ് കിട്ടിയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിനാണോ TN പ്രതാപന്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടത്? ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകൾ മാവേലിക്കര മണ്ഡലത്തിലെ കൊട്ടാരക്കരയിൽ നിന്ന് കാണാം. അശ്വമേധത്തിന് ശേഷം ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടുഡേയുമായി പ്രേക്ഷകർക്കൊപ്പം എത്തും ശ്രുതി ശരത്. നമസ്കാരം. ഞാൻ അരുൺകുമാർ, നമുക്കൊപ്പം ജാക്കി. യാത്ര ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ്, കൊട്ടാരക്കരയിലാണ്. പ്രേക്ഷകർക്ക് ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവും കൊട്ടാരക്കരയിലെ വളരെ സുന്ദരമായ ഐശ്വര്യമായ ഗണപതി ക്ഷേത്രമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. വെൽക്കം ടു റിപ്പോർട്ടർ അശ്വമേധം. എത്ര കാലമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി? 10-15 വർഷമായി. എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും ആ ഉണ്ണിയപ്പത്തിന് രുചി മാറിയേയില്ല. അതെന്താ കാര്യം? ഗണപതിയുടെ അനുഗ്രഹമാണ്. എങ്ങനെയാ മൊത്തത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം മാവേലിക്കരയില്? UDF സാധ്യതയുണ്ട്. സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷ്. സുരേഷിന് നമസ്കാരം. ഈ പാർലമെന്റിൽ മാവേലിക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രധാനമന്ത്രിയായി ആര് വന്നാലും സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷായിരിക്കും. ലോക്സഭാ അംഗമായി. പക്ഷെ അദ്ദേഹത്തിന് ഒരു പരിഭവമുണ്ട് നമ്മുടെ സർവേയുടെ കാര്യത്തിലൊക്കെ. കാരണം ഈ മണ്ഡലത്തിന്റെ പൾസ് അറിയാവുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു സർവേ റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് ഈ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രമിച്ചു. പക്ഷേ തിരിച്ചൊരു പ്രകടനം നടക്കുന്നുണ്ടോ? അരുൺ വായിച്ചു നോക്കൂ. ഇത് 2019 മാവേലിക്കലെ വോട്ടർമാരുടെ മുന്നിൽ ഞാൻ സമർപ്പിച്ച നേർക്കാഴ്ച, വികസനത്തിന്റെ നേർക്കാഴ്ച. കേരളത്തിലെ 20 MP-മാർ ലോക്സഭയിലും 9 പേര് രാജ്യസഭയിലും. ഈ MP-മാരെ പരിശോധിച്ച് നോക്കുമ്പോൾ MP ഫണ്ട് അതെങ്ങനെ അതിന്റെ ഗുണഭോക്താക്കളെ എത്തിക്കുന്നത് നന്നായി അറിയാവുന്ന ഒരാളാണ്. എന്നെ ആരും പഠിപ്പിക്കേണ്ട. ഞാൻ 991 മുതൽ ഇന്നത്തെ MP-മാരെല്ലാം പുതിയ ആളുകളാണ്. 900 എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഫേക്ക് വാർത്തയാണ്. ഞാൻ എൻ്റെ എതിരാളികളെ ഈ അവസരത്തിൽ അവരോട് പറയുന്നു, ഈ 6.5 കോടി രൂപ ഞാൻ ലാപ്സാക്കി എന്ന് അവർക്ക് തെളിയിക്കാൻ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറാം.
ഞാനും ജാക്കിയും യാത്ര തുടങ്ങി ഇന്നിപ്പോൾ 16 ദിവസങ്ങളാവും. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ വിവിധ നേതാക്കൾ, വിവിധ വാഗ്ദാനങ്ങൾ, വിവിധ പരാമർശങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇനി നമ്മൾക്ക് കാണേണ്ടത് മാവേലിക്കര മണ്ഡലത്തിലെ CPI സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനായ C. അരുൺകുമാറിനെയാണ്. കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലത്തിൽ സജീവമായതോടുകൂടി മത്സരം കടുക്കുമെന്നൊരു പ്രതീതിയാണ് പൊതുവെ ആദ്യഘട്ടത്തിൽ കിട്ടുന്നത്. എങ്ങനെയാ ആത്മവിശ്വാസം? ഒന്നാം ഘട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന 7 നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ചപ്പോൾ കിട്ടിയ വലിയൊരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ അല്പസമയം മുമ്പ് കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ച രീതിയിൽ ഒരു പുസ്തകം തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച MP ആണ് താനെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ചെലവഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറാം എന്ന് ഏറ്റെടുക്കുന്ന വെല്ലുവിളി നമുക്ക് നോക്കാം. കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ എന്റെ ഇരിക്കുന്ന ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. നേർക്കാഴ്ച 2019 അതിനുശേഷം നമ്മളിപ്പോ നിൽക്കുന്നത് 24 കാര്യം എന്ന് പറഞ്ഞാൽ 2024 ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അനുവദിച്ചിട്ട് കാര്യമില്ല. 23 ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് അതിന്റെ കാര്യങ്ങൾ തുടർന്നു വരണം. നമ്മളിവിടെ കണ്ട ഒരു സാധനം 2019 നമ്മൾ തിരിച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത് ഈ 2019 ശേഷമുള്ള ഈ 5 കൊല്ലക്കാലത്തെ സാധനം കൊണ്ടുവരട്ടെ. രാഷ്ട്രീയം ഇവിടെ എനിക്ക് തോന്നുന്നത് കൊടിക്കുന്നിലിന് അനുകൂലമാണെന്ന് തോന്നുന്നു. അടുത്ത മത്സരമായിരിക്കും. അരുണാണ്, നല്ല ഫൈറ്റിംഗ് ആണ്. അരുണിന് അനുകൂലമായ ഒരു വികാരം മണ്ഡലത്തിലുണ്ട്. UDF നാണ്. കൊടിക്കുന്നിലിന് സാധ്യതയുണ്ട്. മരുന്ന് വാങ്ങാൻ പോലും തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുമോ? എങ്ങനെയാണ് രാഷ്ട്രീയ അന്തരീക്ഷം? കൊടിക്കുന്നിൽ സുരേഷ് സാധ്യതയുണ്ട് തുടർച്ചയായി. അപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്.